മോഹൻലാൽ മാജിക് ഇനി റേഡിയോ സിനിമയിൽ ഏഡൻ ദി എ സ്പിരിറ്റ് റിലീസിന്. മോഹൻലാൽ ആദ്യമായി ഒരു റേഡിയോ സിനിമയിൽ നായകനായി എത്തുകയാണ്. കേരളത്തിലെ നമ്പർ 1 FM സ്റ്റേഷനായ ക്ലബ്ബ് FM-ലൂടെ ജൂലൈ 19-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ക്ലബ്ബ് FM ഏഷ്യാനെറ്റ് മൂവീസുമായി ചേർന്ന് ലോക റേഡിയോ ചരിത്രത്തിൽ തന്നെ സമാനകളില്ലാത്ത പ്രോഗ്രാമായ ക്ലബ്ബ് FM സിനിമാക്കഥ സീസൺ 2-ലൂടെയാണ് ഈ സിനിമ ഒരുക്കുന്നത്. മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21 പിറന്നാൾ സമ്മാനമായി റേഡിയോ സിനിമ ഒരുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ലാലേട്ടൻ ഇനി ഏത് ജോണറിലുള്ള സിനിമയിൽ അഭിനയിച്ചു കാണാനാണ് നിങ്ങൾക്കിഷ്ടം എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ പ്രതികരിച്ചത് അതൊരു ഹൊറർ കോമഡി സിനിമയായിരിക്കണം എന്നതായിരുന്നു. അത്തരം ഒരു കഥയ്ക്കായുള്ള അന്വേഷണമാണ് ഏഡൻ ദി എ സ്പിരിറ്റ് എന്ന സിനിമയായി ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി ക്ലബ്ബ് FM സിനിമാക്കഥയുടെ ക്യൂറേറ്ററായി. പിഷാരടി കഥയ്ക്ക് തുടക്കമിട്ടു. തുടർച്ചയായ 3 ദിവസങ്ങളിൽ പ്രേക്ഷകർ കഥയുടെ ബാക്കി ഭാഗങ്ങൾ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് പൂരിപ്പിക്കാൻ തുടങ്ങി. ക്ലബ്ബ് FM ശ്രോതാക്കൾ RJ കളോട് പറഞ്ഞ കഥകൾ വിലയിരുത്തിയ ശേഷം രമേഷ് പിഷാരടിയും ക്ലബ്ബ് FM സംഘവും സിനിമാക്കഥയ്ക്ക് ഒരു രൂപമുണ്ടാക്കി. ആ സിനിമയുടെ ട്രെയിലർ ആനിമേഷൻ സിനിമാ രൂപത്തിൽ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് വേദിയിൽ മോഹൻലാലിന് പിറന്നാൾ സമ്മാനമായി ക്ലബ്ബ് FM നൽകി. ട്രെയിലർ കണ്ട ശേഷം മോഹൻലാൽ ഇതിലെ പ്രധാന കഥാപാത്രമായ ബസ് ഡ്രൈവർ രഘുത്തമൻ എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകാൻ തയ്യാറാവുകയായിരുന്നു. സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് മാതൃഭൂമി സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ് ഹെഡ് ആയ പ്രിയരാജ് ഗോവിന്ദരാജാണ്. മോഹൻലാലിനെ കൂടാതെ സുരേഷ് കൃഷ്ണ, സുധീർ കരമൻ, സുനിൽ സുഗത, രാജേഷ് ശർമ്മ, മഹേഷ് കുഞ്ഞുമോൻ എന്നിവരും ക്ലബ്ബ് FM റേഡിയോ ജോക്കികളും സഹപ്രവർത്തകരും ഇതിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നു. ശബ്ദങ്ങളുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ക്ലബ്ബ് FM ഈ സിനിമ ഒരുക്കുന്നത്. സംഗീതം ജോർജ് സെബാസ്റ്റ്യൻ, മ്യൂസിക് പ്രോഗ്രാമിംഗ് അഭിജിത്ത് രവികുമാർ എന്നിവരും വിനീത്കുമാർ TN സൗണ്ട് ഡിസൈനും നിർവഹിച്ചിരിക്കുന്നു. ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും മോഹൻലാൽ ഈ പുതിയ പരീക്ഷണ സിനിമാ സാധ്യതയോടൊപ്പം ചേരുകയായിരുന്നു. എറണാകുളം വിസ്മയ സ്റ്റുഡിയോയിൽ മോഹൻലാൽ റേഡിയോ സിനിമയ്ക്കായുള്ള റെക്കോർഡിംഗ് പൂർത്തിയാക്കി. പഴയ സിനിമാ ശബ്ദരേഖകളുടെയും റേഡിയോ നാടകങ്ങളുടെയും ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു. ദിനംപ്രതി രൂപം മാറുന്ന മാധ്യമങ്ങൾക്കൊപ്പം റേഡിയോയ്ക്കും അനന്തമായ സാധ്യതകൾ സൃഷ്ടിക്കാനാകുമെന്നതിന്റെ തെളിവാണ് ഇത്തരം പരീക്ഷണങ്ങൾ.